everyone, welcome to Eileen IAS Ignite Foundation Daily Newspaper Analysis. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ 22-ാം തീയതിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് എത്രയും വേഗം എന്തൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ആണ് അബൌട്ട് ഇലക്ടറൽ റോൾ റീക്യാമ്പിനെ കുറിച്ച്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ കുറിച്ച് വന്നിട്ടുള്ളൊരു ഒപ്പീനിയൻ ആണ്. അവരുടെ വർക്കിന് വേണ്ടിയിട്ട് ഒരു ലോ നിർമ്മിക്കേണ്ടത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എന്നൊരു ഒപ്പീനിയൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് FDI ഡിക്രീസിനെ കുറിച്ച് നോക്കണം. അതുപോലെ തന്നെ ചമ്മൻ ബോർഡർ എന്ന് പറഞ്ഞൊരു പ്ലേസസ് ന്യൂസ് വന്നിട്ടുണ്ട്, അത് നോക്കണം. അതുപോലെ തന്നെ FATF കുറിച്ച് നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ തന്നെ കോർ സെക്ടർ ഗ്രോത്ത് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ന്യൂസസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഹിന്ദുവിൽ വന്നിട്ടുള്ള ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിലെ ഒരു ന്യൂസാണ്. അതായത് നമ്മുടെ ബീഹാറിലെ SIR നടന്നതിനെ കുറിച്ചും അത് കഴിഞ്ഞിട്ടുള്ള കോൺട്രവേഴ്സസിനെ കുറിച്ചും അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും അതുപോലെ തന്നെ SIR കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം നോക്കാനായിട്ടുള്ളത് നമ്മുടെ ഇലക്ടറൽ റോളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്തത്? SIR കൊണ്ടുവന്നു, ബീഹാറിലാണ് ഫസ്റ്റ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, വെസ്റ്റ് ബംഗാളിലേക്കും ഇത് നീട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഇലക്ടറൽ റോൾ എന്ന് പറയുന്നത് അതായത് ഒരു പ്രദേശത്തെ ആളുകൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ്, അതാണ് നമ്മൾ ഇലക്ടറൽ റോൾ എന്ന് പറയുന്നത്. നമ്മുടെ 18 വയസ്സായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇലക്ടറൽ റോൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെന്താ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഇലക്ഷൻ കഴിഞ്ഞ് മറ്റൊരു ഇലക്ഷൻ വരുന്നത് 5 വർഷം കഴിഞ്ഞിട്ടാണ്. ഈ 5 വർഷ ഗ്യാപ്പിനുള്ളിൽ ആളുകൾ മരണമടയാം, പുതിയ ആളുകൾക്ക് 18 വയസ്സ് കഴിഞ്ഞ് വോട്ടിംഗ് ഏജ് ആവാം, അതുപോലെ തന്നെ കുറേ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാം. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകാം, അല്ലെങ്കിൽ മറ്റൊരു കൺട്രീസിൽ പോയിട്ട് അവിടെ സ്ഥിരതാമസമാവുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ആളുകളുടെയൊക്കെ പേരുകൾ നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ്, കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അവിടെയുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ്ലി നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഈ ഒരു മെത്തേഡുകൾ തന്നെയാണ്. കാരണം നമ്മൾ മാനുവലി ആണ് ഈ ഡാറ്റാസ് എപ്പോഴും ആഡ് ചെയ്യുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ എല്ലായിടത്തും ഒരു ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഉണ്ട്, BLOs ഉണ്ട്. അവരാണ് നമ്മൾ ഈ പറയുന്ന ഡാറ്റാസും ആളുകളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ആ ലിസ്റ്റൊക്കെ നമുക്ക് കൊണ്ടുവന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് വരാറുള്ളത്. അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസേഴ്സ്, അംഗനവാടി ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരും വരാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മാനുവലി ആഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതുപോലെ തന്നെ വാർഡ് മെമ്പേഴ്സ്, അങ്ങനെ. അപ്പോൾ ഇവിടെ ഒരു ചില പാർട്ടി പൊളിറ്റിക്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വരാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ആളുകളുടെ പേര് വെട്ടിക്കളയുക, മറ്റുള്ളവരുടെ പേര് ആഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് മാനുവലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇറേഴ്സുകളാണ്. അപ്പോൾ ഈ ഇററുകൾ നമുക്ക് എങ്ങനെ ഈ ഇററുകൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ഇതിനകത്ത് മാറ്റം കൊണ്ടുവരണമെന്നാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ SIR എന്ന് പറയുന്നത് നമ്മുടെ വോട്ടർ ഡാറ്റാ ബേസിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതെന്താണ്, ഇതൊരു കോൺട്രവേഴ്സിയായി ഡ്യൂ ടു പ്രൊസീജിയർ ആംബിഗ്യൂറ്റീസ്, അതുപോലെ തന്നെ റിലയൻസ് ഓൺ ഔട്ട്ഡേറ്റഡ് ആൻഡ് ക്യൂബർസം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് SOPs. കാരണം നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് അഥവാ SOPs എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ആളുകൾ എഴുതുന്ന, അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്ന, മാനുവലി അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ വോട്ടർ ഡാറ്റ എന്ന് പറയുന്നത് എൻറ്റയർലി പേപ്പർ ബേസ്ഡ്, അതുപോലെ തന്നെ ഫ്രാഗ്മെന്റഡ് ആൻഡ് മാനുവലി വെരിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെ സമയത്ത് എന്താണ്, എപ്പോഴും അവിടെ ഒരു ഇറർ ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യ, ആധാറിനെ കുറിച്ചൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന SIR വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് ഒരു 11 ഡോക്യുമെന്റ്സ് ഉണ്ട്. അതായത് അപ്ഡേറ്റ് ചെയ്യണം, പുതിയ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയായിരുന്നു? ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഡൊമസൈല്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഫാമിലി രജിസ്റ്റർ ഒക്കെ ആയിരുന്നു. ബട്ട് ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ആധാറിനെ എക്സ്ക്ലൂഡ് ചെയ്തു. ആധാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസർ വെരിഫൈഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ID ആണ് ആധാർ എന്ന് പറയുന്നത്. കാരണം
ആളുകൾക്ക് അത്രയും ട്രസ്റ്റ് ഉള്ള ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ് ആധാർ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരാളുടെ ബയോമെട്രിക്സ് കൃത്യമായിട്ടുണ്ട്. അപ്പം ഈ ഒരു ആധാർ ഉപയോഗിച്ച് നമ്മൾ ഡിജിറ്റലി ഈ ഡാറ്റ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു സ്റ്റേറ്റിൽ ഉള്ള ആൾ മറ്റൊരു സ്റ്റേറ്റിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരാൾ മരിച്ചുപോയോ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആധാർ ഡാറ്റ വഴിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആധാറിനെ എക്സ്ക്ലൂഡ് ചെയ്ത് തന്നെ എന്താണ്, ദ എക്സ്ക്ലൂഷൻ ഓഫ് ആധാർ മെയ്ഡ് വെരിഫിക്കേഷൻ ക്യുംബർസം ആൻഡ് ഇറോഡഡ് പബ്ലിക് ട്രസ്റ്റ് അവിടെ ഇറോഡ് ആണ് ചെയ്തത്. കാരണം ആളുകൾക്ക് ഇലക്ഷൻ കമ്മീഷനിലുള്ള വിശ്വാസം അതുവഴി പോയി. വന്നിരിക്കുന്നത് എവിടെയാണ്, പുതിയതായിട്ട് വന്ന വോട്ടേഴ്സ് അതുപോലെ തന്നെ മൈഗ്രേഷൻ വർക്കേഴ്സിന്റെ ഇടയിലാണ് ഈ ഒരു ഇഷ്യൂസ് മെയിൻലി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ SIRന്റെ ആ ഒരു റിസൾട്ടിൽ നമുക്ക് പറയാനായിട്ട് പറ്റും, റിസൾട്ട് SIR 2025 റിപ്പീറ്റഡ് ഓൾഡ് സൈക്കിൾ ഓഫ് മാനുവൽ ഡിലേസ് അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻസീസ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു SIR കൊണ്ടുവരേണ്ട സമയത്ത് നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു നാഷണലി യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം. അത് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ആക്യുറസി, അക്കൗണ്ടബിലിറ്റി അതുപോലെ തന്നെ ട്രാൻസ്പാരൻസി ഇൻ ഇലക്ഷൻ എൻഷുവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ നാഷണൽ ഡിജിറ്റൽ ID ആണ് നമ്മൾ ആധാർ. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ആധാറിനെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ID ആയിട്ടാണ് എല്ലാ ഗവൺമെൻറ് പ്രോസസ്സിനും ഈവൻ എക്സാംസിനും ഇപ്പം നമ്മുടെ UPSC എക്സാമിനായാൽ പോലും നെറ്റ് എക്സാമുകളിലായാൽ പോലും ഏത് എൻട്രൻസ് എക്സാമുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ആധാർ എന്ന് പറയുന്ന പ്രൂഫാണ്. ആ ഒരു ആധാർ നമ്പർ കൊടുത്താൽ തന്നെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന ഒരു സാധനം എന്തുകൊണ്ട് ഇലക്ഷന് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യയുടെ ടെക്നോളജിക്കലി നമ്മൾ അത്രയും ഹൈ ആയിട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ഡിജിറ്റലി അത്രയും ഹൈ ഇതായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കണം, നമ്മൾ ഈ ഓൾഡ് മെത്തേഡിനൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കൂടുതലും ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആധാർ ഡാറ്റേനെ ഡിജിറ്റൽ നമ്മുടെ ഇലക്ഷൻ ഡാറ്റാസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ, ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെ എല്ലാ സാധനവുമായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകളുടെ മരണം അതുപോലെ തന്നെ ജനനം, ഈ കാര്യങ്ങളും അതുപോലെ തന്നെ അവർ എവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് വരും. അപ്പം നമുക്ക് നല്ലൊരു ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആരൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ അപ്ഡേറ്റഡ് ലിസ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാനായിട്ട് പറ്റും. മാനുവലി ആരും ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആധാറും നമ്മുടെ SIRും തമ്മിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എവറി അഡീഷൻ, ഡിലീഷൻ ഓർ കറക്ഷൻ വുഡ് ക്യാരി എ ഡിജിറ്റലി സിഗ്നേഡ് authorization, create an unbroken digital audit trail and ensure transparent, verifiable and accountable electoral database. പിന്നെ നമ്മളിവിടെ പറയുന്നത് കുറച്ച് ഡാറ്റ അനോമലീസ് ആണ്. കാരണം റിവേഴ്സ്ഡ് നമ്മുടെ ഇലക്ടറൽ റോൾ വന്നിരുന്ന സമയത്ത് അവിടുത്തെ ഡിസ്പാരൻസീസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. നോ വെരിഫിക്കേഷൻ ട്രെയിൽ എക്സ്പ്ലെയിനിങ് റീസൺ ഫോർ സച്ച് ഡിലീഷൻ ഓർ കൺഫേമിംഗ് ഡ്യൂ ടു നോട്ടീസ് ഹാഡ് ബീൻ ഗിവൺ. അതായത് കുറേ ആളുകളുടെ പേര് ആഡ് ചെയ്തതിൽ മരിച്ച ആളുകളുടെയും ഒക്കെ പേരുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥലത്തുള്ള ആളുകളുടെ പേരുകൾ ഉണ്ടായിരുന്നു, ഈവൻ കോമിക് ക്യാരക്ടേഴ്സിന്റെ പേരുകളൊക്കെ വരെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ പേര് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു വെരിഫിക്കേഷൻ അവിടെ കൃത്യമായിട്ട് നടന്നിട്ടില്ല. അപ്പൊ ആധാറുമായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം ആ ആൾ അവിടെ ജീവിച്ചിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾ അവിടെ ഉള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ബാക്കി ന്യൂ വോട്ടേഴ്സിന്റെ പേര് ആഡിങ് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നോളും. അപ്പോൾ നമുക്ക് കളക്റ്റീവ്ലി ദീസ് അനോമലീസ് ഫ്രം ഡെമോക്രാറ്റിക് ഡിസ്ട്രോഷൻ ആൻഡ് മാനുവൽ എറേഴ്സ് ടു ഒപെക് ഡാറ്റ ഹാൻഡ്ലിംഗ് എക്സ്പോസ് ദ ഫ്രജിലിറ്റി ഓഫ് ഇലക്ട്രൽ റോൾസ് മാനേജ്മെന്റ് ആൻഡ് അണ്ടർസ്കോർ ദ അർജന്റ് നീഡ് ഫോർ ടെക്നോളജി ഡ്രിവൺ വെരിഫിക്കേഷൻ ആൻഡ് ട്രാൻസ്പാരൻറ്റ് ആൻഡ് ഡാറ്റ ഗവർണൻസ് ഇൻ റിവിഷൻസ്. അപ്പോൾ നമ്മൾ ഡാറ്റ ഡിജിറ്റൽ ആക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു അക്കൗണ്ടബിൾ ആയിട്ടുള്ള, അക്യുറേറ്റ് ആയിട്ടുള്ള, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റ് നമുക്ക് ഇലക്ട്രൽ റോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ECI നെറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ECI നെറ്റ് ഈസ് എമോങ് ദ വേൾഡ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡൈനാമിക് ഡിജിറ്റൽ ഡാറ്റാബേസ് ആണ്. ഹൗസിംഗ് റെക്കോർഡ് ഓഫ് നിയർലി 1 ബില്യൺ വോട്ടേഴ്സ് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റഡ് ത്രൂ അഡീഷൻസ്, അഡ്രസ് ചേഞ്ചസ് ആൻഡ് പ്രൊഫൈൽ. അപ്പം നമ്മുടെ ഈ എപ്പിക് ID ഈ പറയുന്ന EIC ആയിട്ട് കമ്പൈൻ ചെയ്യാന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ EIC നെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ഡാറ്റാബേസ് ആണ്. ഇതിനകത്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട്
എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ, അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടോ, കറക്ഷൻസ് ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഈ EIC.net കൃത്യമായിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഒരു ഇത് കൊണ്ടുവരുന്ന സമയത്ത് എത്രമാത്രം ആളുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരേ ആളുടെ തന്നെ 2 പ്രാവശ്യം വന്നിട്ടുണ്ടോ, 3 പ്രാവശ്യം വന്നിട്ടുണ്ടോ, ഇനി അത് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ ഒരു ഡാറ്റാബേസ് കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ആൻഡ് റിസോൾവ് മോസ്റ്റ് അനോമലീസ് ആൻഡ് ഡെമോഗ്രാഫിക് ഇൻകൺസിസ്റ്റൻസീസ് ഐഡന്റിഫൈഡ് ഡ്യൂറിങ് റിവിഷൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ SOPsൽ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് വേ ഫോർവേഡ്സ് പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ SOPs നമ്മൾ റീഫോം ചെയ്യണം. അത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ നമ്മുടെ ഈ ഒരു ഇലക്ഷൻ സിസ്റ്റത്തിനെ നമ്മൾ സേഫ് വെക്കുന്നതിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചർ SIRs മസ്റ്റ് എന്തായിരിക്കണം, ഡെമോൺസ്ട്രേറ്റ് പ്രൊസീജിയറൽ കറക്റ്റ്നെസ്, വിസിബിൾ ഫെയർനെസ്, ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ഡ്രിവൺ ആയിട്ടുള്ള ടെക്നോളജീനെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ ഓഡിറ്റ്, അതുപോലെ തന്നെ റിയൽ ടൈം കറക്റ്റ്നെസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ECI.net ഷുഡ് ബി മെയ്ഡ് മോർ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. കാരണം ഇപ്പോഴത്തെ ECI.net എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ ഗവൺമെൻറ് അതോറിറ്റീസിന് ഉപയോഗിക്കാവുന്ന യൂസർ ഫ്രണ്ട്ലി ആക്കി മാറ്റുക. അതുപോലെ തന്നെ ടെക്നിക്കൽ ഗ്ലിഞ്ചസ് ഷുഡ് ബി ഫിക്സഡ് പ്രോംപ്റ്റ്ലി ആൻഡ് ക്യാൻ എഫിഷ്യൻറ്റ് ആൻഡ് ക്വിക്ക് ഗവർണർ റിഡ്രസൽ മെക്കാനിസം ഷുഡ് ബി ഇൻകോർപ്പറേറ്റഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒപ്പീനിയനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. ഡൊമസ്റ്റിക് വർക്കേഴ്സ് നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ആളുകളുടെ കൂടെ അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഡൊമസ്റ്റിക് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്, അവരൊരു പെർമനന്റ് വർക്കേഴ്സ് അല്ല, അവർ കുറച്ച് കാലത്തേക്ക് നിന്ന് വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അവരൊരു ടെമ്പററി വർക്കേഴ്സ് ആണ്. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡൊമസ്റ്റിക് വർക്കേഴ്സിൽ കൂടുതലും വരുന്നത് മാർജിനൈസ്ഡ് സൊസൈറ്റിയിലുള്ള ആളുകളാണ്. അതായത് OBCs, SC, STs അല്ലെങ്കിൽ വുമൻസ്, ചിൽഡ്രൻ, അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പം ഈ ആളുകളെ തന്നെ ഏറ്റവും കൂടുതൽ അബ്യൂസ്, അതുപോലെ തന്നെ ട്രാഫിക്കിംഗ്, അതല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഈ അടുത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഛത്തീസ്ഗഡിൽ ഒരു ST കമ്മ്യൂണിറ്റിയിൽ പറ്റിയിട്ട് ഉള്ളൊരു ഡൊമസ്റ്റിക് ഫീമെയിൽ വർക്കറിന് അവരെ ട്രാഫിക്കിംഗ് നടന്നു. അപ്പം അത് വന്ന സമയത്ത് നമ്മുടെ സുപ്രീം കോടതി ജനുവരിയിൽ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ഒരു ഡൊമസ്റ്റിക് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു ലോ കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം കമ്മിറ്റി കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാറ്റസ് വെച്ചിട്ട് വി ഹാവ് 4,90 million ഡൊമസ്റ്റിക് വർക്കേഴ്സ്. അതിനകത്ത് മെജോറിറ്റി എന്ന് പറയുന്നത് ആരൊക്കെയാണ്, വുമൻസ്, ഗേൾസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഫ്രം SCs ആൻഡ് ST കമ്മ്യൂണിറ്റീസ്. അതായത് പർട്ടിക്കുലർലി വൾണറബിൾ ആയിട്ടുള്ള ആളുകളാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കൂടുതലായിട്ടും അബ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ചൂഷണം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലാണ്. ഇവർക്ക് എന്തായിരിക്കും, കൂടുതലും ലോ വേജസ് ആയിരിക്കും, സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഏജൻസീസ് ഒക്കെ നന്നായിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളിലായി വരുന്ന സമയത്ത് തന്നെ ചൈൽഡ് ലേബർ ഒക്കെ കൂടുതലാണ്. ആ ഒരു കുട്ടികൾക്ക് നല്ല രീതിയിൽ ഹറാസ്മെന്റ് വരുന്നുണ്ട്. പിന്നെന്താണ്, കുറേ ആളുകൾ മൈഗ്രൻ്റ് വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് അവരും പലതരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നു, അതുപോലെ തന്നെ അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം തന്നെ നമ്മൾ മാറ്റണം, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ റെക്കഗ്നിഷന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ഒരു കൺവെൻഷൻ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2011 എൻഷുവർ ദ റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് വർക്കേഴ്സ്, അതിന് വേണ്ടിയിട്ട് ഒരു കൺവെൻഷൻ കൊണ്ടുവന്നിരുന്നു 2011. അതിനകത്ത് ഇന്ത്യ ഫേവറായിട്ടുള്ള വോട്ട് കൊടുത്തിരുന്നു, പക്ഷേ ഇതുവരെയായിട്ടും ഇന്ത്യ ഇതിനകത്ത് റാറ്റിഫൈ ചെയ്തിട്ടില്ല. പിന്നെ ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ഡൊമസ്റ്റിക് വർക്കേഴ്സ് നമ്മൾ 2012 ഫോം ചെയ്തിരുന്നു. അതായത് ഫോർ കോംപ്രഹെൻസീവ് സെൻട്രൽ ലെജിസ്ലേഷൻ ഫോർ ഡൊമസ്റ്റിക് വർക്കേഴ്സിന് വേണ്ടിയിട്ട്. ഈ NPDW എന്ത് ചെയ്തു, ഒരു ഡൊമസ്റ്റിക് വർക്കേഴ്സ് റെഗുലേഷൻ ഓഫ് വർക്ക് ആൻഡ് സോഷ്യൽ
സെക്യൂരിറ്റി ബിൽ ഇൻ 2017 കൊണ്ടുവരുന്നു. പക്ഷെ ഇത് ബിൽ എന്താണ്, ആക്ട് ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാവും, അതായത് നമ്മുടെ ഒരു രാജ്യത്ത് ഡൊമസ്റ്റിക് വർക്കേഴ്സിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു ലെജിസ്ലേഷനോ ഒരു ലോ ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ പല രീതിയിലും ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ കുറച്ച് സ്റ്റേറ്റുകൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ തമിഴ്നാട് കൊണ്ടുവന്നിട്ടുണ്ട്. തമിഴ്നാടിന് അബൌട്ട് 2 million ഡൊമസ്റ്റിക് വർക്കേഴ്സ്, അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു വെൽഫെയർ ബോർഡ് ഉണ്ട് അണ്ടർ തമിഴ്നാടു മാനുവൽ വർക്ക് ആക്ട് 1982. ഇതിന്റെ ഭാഗമായിട്ട് രജിസ്റ്റേർഡ് വർക്കേഴ്സിന് എന്താണ് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. പെൻഷൻ, മറ്റേണിറ്റി ബെനിഫിറ്റ്, എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് ഫോർ ചിൽഡ്രൻ, അതുപോലെ തന്നെ ആക്സിഡന്റ് റിലീഫ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ എന്താണ്, കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഭൂരിഭാഗമായിട്ട് എന്താണ് പാർട്ട് ടൈം വർക്കേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കാരണം ചിലപ്പോൾ ഒരു വീട്ടിൽ വർക്ക് ചെയ്തിട്ട് അടുത്ത വീട്ടിലോട്ട് പോകും, പിന്നെ മറ്റൊരു വീട്ടിൽ 3-4 വീടുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനൊരു സിംഗിൾ ഹൗസ് ഹോൾഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിനൊരു പാർട്ട് ടൈം വർക്കായിട്ടാണ് കാണുന്നത്. ദെൻ നമ്മുടെ കർണാടകയിൽ അതുപോലെ തന്നെ ഇൻട്രഡക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ ബില്ല് 2025 കൊണ്ടുവന്നു. അത് ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ കണ്ടീഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സിസ്റ്റം പോലും നമ്മുടെ സെൻട്രൽ ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പം അതിനകത്തൊരു ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാടു എന്ന് പറയുന്നത് നമ്മുടെ 12 സ്റ്റേറ്റുകളിലാണ് ഇങ്ങനൊരു ലോ ഉള്ളത്. ആ ഒരു 12 സ്റ്റേറ്റുകളിൽ മിനിമം വേജ് ഓഫ് ഡൊമസ്റ്റിക് വർക്കേഴ്സിന് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിന് ഒരു മിനിമം വേജ് ഫിക്സ് ചെയ്യണം. ആ ഒരു വേജ് അവർക്ക് കൃത്യമായിട്ട് കൊടുക്കണം. ഓൾ സ്റ്റേറ്റ് മസ്റ്റ് ബി റിക്വയർഡ് ടു സ്റ്റിബുലേറ്റ് മിനിമം വേജസ് ടു ഡൊമസ്റ്റിക് വർക്കേഴ്സ്. അതുപോലെ തന്നെ നമ്മളൊരു വർക്ക് ബുക്ക് ഉണ്ടാക്കണം. ജോലി കൊടുക്കുന്ന എംപ്ലോയിയും എംപ്ലോയറും തമ്മിലൊരു വർക്ക് ബുക്ക് ഉണ്ടാവണം. അതായത് അവർ എന്തോരം വർക്ക് ചെയ്തു, അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ സാലറി കൊടുക്കുന്നുണ്ട്, അവർ ഏതൊക്കെ ദിവസങ്ങൾ വർക്ക് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടുള്ള ഒരു വർക്ക് ബുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇറ്റ് മസ്റ്റ് ബി മെയിൻറ്റൈൻഡ് ബൈ ഈച്ച് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആൻഡ് എൻറോസ് ഈച്ച് മന്ത്. അതുപോലെ തന്നെ വുമൻസിന് വേണ്ടിയിട്ട് ആ വുമൻസിന് ആ ഒരു വർക്ക് മേഖലയിൽ ഉണ്ടാകുന്ന അബ്യൂസ് അല്ലെങ്കിൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കൃത്യമായിട്ടൊരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു ബോർഡോ ഉണ്ടാവണം. അത് ഡിസ്ട്രിക്ട് ലെവലിലും പഞ്ചായത്ത്, അർബൻ ആൻഡ് റൂറൽ ലെവലിലെല്ലാം ഉണ്ടാവണം. The sexual harassment of women at workplace prevention, prohibition and redressal ആക്ടിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദീസ് കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി മസ്റ്റ് ബി സെറ്റപ്പ് പഞ്ചായത്ത് ആൻഡ് ലോക്കൽ ബോഡീസ്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹൗസിംഗ് ആണ്. അതായത് ഇവർ ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആയതുകൊണ്ട്, ടെമ്പററി വർക്കേഴ്സ് ആയതുകൊണ്ട് ജോലി കഴിഞ്ഞ് പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ അവരുടെ ഔട്ട് ഹൗസിൽ അതെങ്കിൽ ഒന്നും താമസിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ താമസിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു വുമൺ എംപ്ലോയി ആയിരിക്കുന്ന സമയത്ത് അവർക്ക് താമസിക്കാനായിട്ടുള്ള സ്ഥലം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് എംപ്ലോയറുടെ ജോലിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് എൻഷുർ ചെയ്യണം എന്നൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് FDI എന്ന് പറയുന്നത് ഓഗസ്റ്റിൽ 159% കുറഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ നെറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ ഫെൽ 159% in ഓഗസ്റ്റ്. മോർ മണി ലീവിങ് ദ കൺട്രി ദാൻ എൻ്ററിങ് ഇറ്റ്. FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ കൺട്രീസിന് മണീസ് ഇന്ത്യയിൽ ഇടുന്നതാണ്. ബട്ട് ഇവിടെ ഈ ഒരു ഓഗസ്റ്റ് മന്തിലെ റിപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് പുറത്തുപോയി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊടുത്തതാണ് കൂടുതൽ ദാൻ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ എന്താണ് സെക്കൻഡ് ടൈമാണ് ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ ദാറ്റ് ഔട്ട്ഫ്ലോസ് ഹാവ് എക്സിഡ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് റിപ്പാട്രിയേഷൻ, അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ബൈ ഫോറിൻ ഫേംസ് ഇൻ ഇന്ത്യ ആൻഡ് ദ ഇൻവെസ്റ്റ്മെന്റ്സ് ഡൺ അബ്രോഡ് ബൈ ഇന്ത്യൻ കമ്പനീസ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഡാറ്റ ഒക്കെ കൊടുത്തിരിക്കുന്നത്, അതായത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ഇന്ത്യ ഗുഡ്സ് എറ്റ് $8 ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ജസ്റ്റ് വായിച്ച് വിടാനായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. എത്ര പെർസെൻറ്റേജ് ആയിട്ടെന്നുള്ളതാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. ദെൻ നമ്മുടെ ഒരു പ്ലേസസ് ഇൻ ന്യൂസിൽ വന്നിട്ടുള്ളൊരിതാണ് ചമാൻ ബോർഡർ
റീ ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ 2 കൺട്രിയിലുള്ള സീസ് ഫയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ചമ്മാൻ ബോർഡർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചമ്മാൻ ബോർഡർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ആണ്. അത് പാർഷ്യലി റീ ഓപ്പൺഡ് ആഫ്റ്റർ സീസ് ഫയർ ബിറ്റ്വീൻ 2 കൺട്രീസ്. ഈ ഒരു കൺട്രീസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ പ്ലേസസ് ഇൻ ന്യൂസിൽ മിക്കവാറും UPSC പ്രിലിംസിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ വാർ ഉണ്ടാക്കുന്ന സ്ഥലത്തെ ഏതെങ്കിലും ഒരു സ്ഥലം കൊടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം ഉള്ള ബോർഡർ കൺട്രീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ UPSC ചോദിക്കാറുണ്ട്. അപ്പോൾ ചമ്മൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഇടയിലാണ്. കാണ്ഡഹാർ അതുപോലെ തന്നെ ക്വറ്റ എന്ന് പറയുന്ന ഈ 2 ഏരിയയ്ക്കും ഇടയിലായിട്ടാണ് ചമ്മൻ വരുന്നത്. Chamman border is a significant crossing on Pakistan-Afghanistan border that is crucial for trade and travel, but it is also a point of recent tension between 2 countries. മെയിൻ എന്ന് പറയുന്നത് ആ ഒരു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തമ്മിലുള്ള ട്രേഡ് നടക്കുന്ന പോർട്ട് സീ ആക്സസ് ഉള്ള ഒരു ഏരിയ ആണ് ചമ്മൻ ബോർഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പ്രൊവിൻഷ്യൽ ക്യാപിറ്റലുള്ള ക്വറ്റ അഫ്ഗാനിസ്ഥാൻ്റെ കാണ്ഡഹാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ചമാൻ ബോർഡർ എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ റീജിയണൽ കണക്ടിവിറ്റി ഫ്രം പാകിസ്ഥാൻ ടു സെൻട്രൽ ഏഷ്യ ഈ ഒരു ചമ്മൻ ബോർഡർ വഴി ആണ്. അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ നോക്കാനായിട്ട് ഉള്ളത്. ദെൻ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് FATF-നെ കുറിച്ചാണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് അതൊരു ഓർഗനൈസേഷനാണ് ഫോർ മണി ലോണ്ടറിങ് അതുപോലെ തന്നെ ടെററിസ്റ്റ് ഫിനാൻസിങ്. ഈ 2 കാര്യങ്ങളും വാച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വാച്ച് ഡോഗ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു ഏജൻസിയാണ് FATF എന്ന് പറയുന്നത്. അപ്പോൾ ആ FATF-ന്റെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺഗോയിങ് ആണ്. പാരീസിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. അപ്പം അതിനകത്ത് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് ഓഫ് ടെററിസത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ പഹൽഗാം അറ്റാക്കൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം ആ ഒരു സമയത്തും നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് കൺട്രിയാണ്. അവരെന്താണ് ആ ഒരു സ്റ്റേറ്റ് തന്നെ ടെററിസത്തിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് ഇൻക്ലൂഡ് പ്രൊവൈഡിങ് ഡയറക്റ്റ് ഫണ്ടിങ്, ലോജിസ്റ്റിക് അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഓർ ട്രെയിനിങ് ടു ടെററിസ്റ്റ്. ഇതാണ് എന്താ പറയുന്നത് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. ഈ FATF ഈ പഹൽഗാം അറ്റാക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇഷ്യൂ ചെയ്തിരുന്നു. ദാറ്റ് പഹൽഗാം ടെറർ അറ്റാക്ക് സ്റ്റാർട്ടിങ് ദാറ്റ് ഇറ്റ് കുഡ് നോട്ട് ഒക്കർ വിത്തൗട്ട് മണി ആൻഡ് ദ മീൻ ടു മൂവ് ഫണ്ട്സ് ബിറ്റ്വീൻ ടെററിസ്റ്റ് സപ്പോർട്ടേഴ്സ്. അതായത് ആ ഒരു പഹൽഗാം അറ്റാക്ക് ഉണ്ടായത് എന്തായാലും അവിടെ ഒരു ടെററിസ്റ്റ് ആളുകൾക്ക് സപ്പോർട്ടില്ലാതെ ഇതൊന്നും നടന്നിട്ടുണ്ടാവില്ല എന്ന് FATF പറഞ്ഞിരുന്നു. അപ്പോൾ ആ FATF-ന്റെ മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് പറയുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് തീരുമാനങ്ങളെന്ന് നമുക്ക് നെക്സ്റ്റ് ന്യൂസ് വരുമ്പോൾ അറിയാം. അപ്പോൾ നമുക്കിവിടെ എന്താ നോക്കാനുള്ളത്, നമുക്ക് FATF-നെ കുറിച്ച് നോക്കാം. അപ്പോൾ FATF എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ് ഫോർ ഗ്ലോബൽ മണി ലോണ്ടറിങ് അതുപോലെ തന്നെ ടെററിസ്റ്റ് ഫിനാൻസിങ് ആയിട്ടുള്ള വാച്ച് ഡോഗ് ആണ്. എയിം എന്ന് പറയുന്നത് ടു കോംബാക്ട് മണി ലോണ്ടറിങ് അതുപോലെ തന്നെ ടെററിസ്റ്റ് ഫിനാൻസിങ് ബൈ സെറ്റിംഗ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ചെക്കിംഗ് ഇഫ് കൺട്രീസ് റെസ്പെക്ട് ദം. 1989 FATF എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. G7 ആണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഫോർ മണി ലോണ്ടറിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് 2001 മണി ലോണ്ടറിങ്ങിൻ്റെ ഒപ്പം തന്നെ ടെററിസ്റ്റ് ഫിനാൻസിനെയും ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഇതിനകത്ത് വരുന്നത് 2001. അതിനുശേഷം 2012 ഫിനാൻസിങ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ഇപ്പോൾ ന്യൂക്ലിയർ വെപ്പൺ പോലുള്ള കാര്യങ്ങളെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വരുന്നത്. then 2023 ഫെബ്രുവരിയിൽ വെച്ചിട്ട് റഷ്യനെ ഇതിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം റഷ്യ ഇപ്പോൾ ഇതിനകത്ത് മെമ്പർ അല്ല, ബട്ട് FATF മെമ്പറായിട്ട് റിമെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ റഷ്യക്ക് എന്താണ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനോ ഡോക്യുമെൻ്റ് ആക്സസ് ഒന്നും ലഭിക്കില്ല. അപ്പോൾ ഈ പറയുന്ന കൺട്രീസൊക്കെയാണ് FATF-ൽ വരുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കുക, കാരണം 40 കൺട്രീസ് ഉണ്ട്, 38 മെമ്പർ കൺട്രീസും 2 റീജിയണൽ ഓർഗനൈസേഷൻസും ആണ്. അതായത് ഗൾഫ് കോർപ്പറേഷൻ, യൂറോപ്യൻ കൗൺസിലും 38 മെമ്പർ കൺട്രീസും ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കൺട്രീസ്. എല്ലാവരും ആ ഒരു ഇതൊന്ന് വായിച്ചു നോക്കി നോക്കാം. ദെൻ നമുക്ക്
ഈ FATF കൊണ്ടുവരുന്ന 2 ലിസ്റ്റ് ഉണ്ട്. ഒന്ന് ഗ്രേ ലിസ്റ്റ്, മറ്റൊന്ന് ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഗ്രേ ലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കൺട്രി മണി ലോണ്ടറിങ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടെററിസ്റ്റ് ഫിനാൻസിങ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഗ്രേ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യും. ഗ്രേ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരെ നമ്മൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പിന്നെയും തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ FATFും അതിൻ്റെ ഒപ്പം പരിശ്രമിക്കും. അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മൾ നേരെ ബ്ലാക്ക് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഈ കൺട്രീസ് എല്ലാം തന്നെ ഗ്രേ ലിസ്റ്റിലുള്ള കൺട്രീസ് ആണ്. ബൾഗേറിയ, ക്രൊയേഷ്യ, മൊസാംബിക്, മൊണോക്കോ, ഫിലിപ്പീൻസ്, സൗത്ത് ആഫ്രിക്ക, ഹൾട്ടി, ബർക്കിസ് ഫാസ്നോ, DRC, നമീബിയ, മാലി, സൗത്ത് സുഡാൻ, വെനിസ്വേല, സെനഗൽ, കാമറൂൺ, കെനിയ, നൈജീരിയ, സിറിയ, ടാൻസാനിയ, വിയറ്റ്നാം ആൻഡ് നേപ്പാൾ. ഇതൊക്കെ എന്താണ്, ഗ്രേ ലിസ്റ്റിലുള്ള കൺട്രീസ്. ഫോർ മണി ലോണ്ടറിങ്ങിന്റെ പേരിലാണ് ഇവർ ലിസ്റ്റിൽ കിടക്കുന്നത്. then ഈ ഗ്രേ ലിസ്റ്റിൽ നിന്ന് വീണ്ടും അവർ ഓക്കെ ആവുന്നില്ല എന്ന് കണ്ടാൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, ബ്ലാക്ക് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യും. ബ്ലാക്ക് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് IMF അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നുള്ള ഫിനാൻഷ്യൽ എയ്ഡുകളൊന്നും തന്നെ ലഭിക്കുന്നത് അല്ല. അപ്പൊ അങ്ങനെ ഉള്ളത് 3 കൺട്രീസ് ആണുള്ളത്, ഇറാൻ, നോർത്ത് കൊറിയ, അതുപോലെ തന്നെ മ്യാൻമർ. 2022 വരെ പാകിസ്ഥാനെ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റിലും ഗ്രേ ലിസ്റ്റിലും ഒക്കെ ഇട്ടിരുന്നു. പക്ഷെ 2022 ഒക്ടോബറിൽ പാകിസ്ഥാനെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തു. നമ്മൾ FATF റിമൂവ് ചെയ്തു. അപ്പൊ നമ്മൾ വീണ്ടും ഇന്ത്യ ആ ഒരു ലിസ്റ്റിലോട്ട്, ഗ്രേ ലിസ്റ്റിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിലോട്ട് പാകിസ്ഥാനെ ആഡ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ FATF. അതുപോലെ തന്നെ എന്താണ് ടെററിസ്റ്റ് ആക്ഷൻ ഫോഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ദെൻ ലാസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോർ സെക്ടർ ഗ്രോത്തിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ എക്കണോമിയിൽ നമുക്കൊരു 8 കോർ സെക്ടർ എക്കണോമീസ് ഉണ്ട്. ആ ഒരു കോർ സെക്ടർ എക്കണോമീസ് എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ഓവറോൾ ഇൻകത്തിന്റെ 40% ഈ പറയുന്ന 8 കോർ സെക്ടർ ഇതാണ് വരുന്നത്. ആ ഒരു 8 സെക്ടേഴ്സിനെയാണ് നമ്മൾ കോർ സെക്ടർ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോള്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീൽ, സിമെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇതാണ് നമ്മുടെ 8 കോർ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് 4 എണ്ണത്തിന് എന്താണ് ഡൗൺ ഉണ്ടായി, സ്ലോ ഡൗൺ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൻ്റെ എമൗണ്ടുകളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് റിലീസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. ഇൻഡെക്സ് പെർഫോമൻസ് ഇൻ സെപ്റ്റംബർ വാസ് ഫാസ്റ്റർ ദാൻ ഇയർ ഏർലിയർ ബട്ട് സ്ലോവർ ദാൻ ദിസ് ജൂൺ. അപ്പോൾ ഓരോ സെക്ടറിനെ പറഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഇതൊക്കെ സ്ലോ ഡൗൺ ചെയ്തു. കോൾ സെക്ടറിൽ 1.19% ഡിക്രീസ് ഉണ്ടായി. ക്രൂഡ് ഓയിലിൽ 1.25%. നാച്ചുറൽ ഗ്യാസ് ആണ് ഏറ്റവും ലാർജസ്റ്റ് വന്നിരിക്കുന്നത്, 3.8%. ദെൻ റിഫൈനറി പ്രൊഡക്ട്സിൽ 3.8%. ഫെർട്ടിലൈസറിൽ 1.6% ഡൗൺ ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രോത്ത് ഇൻ ദ ഇലക്ട്രിസിറ്റി സെക്ടറും സ്ലോ ഡൗൺ ആയിട്ടുണ്ട്, 2.1%. സ്റ്റീൽ മാത്രമാണ് ഓൺലി 8 കോർ സെക്ടേഴ്സോ ഗ്രോത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ UPSCയിൽ 2015 ഈ പറയുന്ന കോർ സെക്ടറിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഗിവൺ ഹയസ്റ്റ് വെയിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോള്, ഇലക്ട്രിക് ജനറേഷൻ, ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ, സ്റ്റീൽ പ്രൊഡക്ഷൻ ആണ്. അതിനകത്ത് ആൻസർ എന്ന് വന്നിരുന്നത് B ആണ്. കാരണം ഓരോ വർഷം മാറാം അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ വരാം. അപ്പോൾ ആ ഒരു PYQന്റെ ആൻസർ ക്രീ പ്രകാരം ഇലക്ട്രിസിറ്റി ജനറേഷനാണ് നമ്മുടെ ഹയസ്റ്റ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് നോക്കാം. കാരണം ഈ ഒരു 8 കോർ ഇൻഡസ്ട്രീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഇക്കണോമിക് ഇൻഡിക്കേറ്റർ ആണ്. ഒരു ഇൻഡസ്ട്രിയുടെ ഹെൽത്ത്, അതുപോലെ തന്നെ ഓവറോൾ എക്കണോമിക് ഗ്രോത്ത് ഈ പറയുന്ന 8 കോർ ഇൻഡസ്ട്രീസ് വെച്ചാണ്. കാരണം 40% ആണ്. അത് കുറഞ്ഞാൽ തന്നെ നമ്മുടെ എക്കണോമിക്ക് ഡൗൺ ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം UPSCയിൽ
PYQ പ്രിലിംസിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മെയിൻസിൽ 2017 2014 മെയിൻസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡാറ്റ പോയിന്റ്സ് ഒക്കെ നമുക്ക് എക്സാം സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എത്രയും വേഗം തന്നെ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ടറൽ റോളിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ അതിന് വേണ്ടിയിട്ടൊരു ലോ നമുക്ക് ആവശ്യമാണ്, ഡൊമസ്റ്റിക് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ലോ ആവശ്യമാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയനാണ് നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ FDI എന്താണ് 159% ഫെല്ലായി എന്നെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചമ്മൻ ബോർഡറിനെ കുറിച്ച് നോക്കി. ചമ്മൻ ബോർഡർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലേസസ് ഇൻ ന്യൂസിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ വരുന്ന ആ ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ FATFനെ കുറിച്ച് നോക്കി. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ കോർ സെക്ടറിനെ കുറിച്ചും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് കവർ ചെയ്തത്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ന്യൂസസുമായിട്ട് അടുത്ത ക്ലാസ്സസിൽ കാണാം. അതുവരേക്കും ബൈ.